ഉപ്പുതറ കോട്ടമല റോഡിന് ഇനിയും ശാപമോക്ഷമായില്ല. ഏലപ്പാറ ഉപ്പുതറ പഞ്ചായത്തുകൾ ചേർന്ന ഭാഗത്തുള്ള 1 കിലോമീറ്റർ ദൂരമാണ് തകർന്ന് യാത്രായോഗ്യമല്ലാതെ കിടക്കുന്നത്. റോഡിലെ വലിയ കുഴിയിൽ മഴവെള്ളം കെട്ടിനിൽക്കുകയാണ്. ഇതുവഴിയുള്ള യാത്ര കൂടുതൽ ദുരവസ്ഥയിലാക്കിയിരിക്കുകയാണ്. കോട്ടമലയിലെ പൂട്ടിക്കിടക്കുന്ന എംഎംജെ തോട്ടത്തിലെ തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. നിരവധി വാഹനങ്ങളും ഒരു സ്വകാര്യ ബസ്സും കടന്നു പോകുന്ന റോഡാണ് ഈ ദുരവസ്ഥയിൽ ആയിരിക്കുന്നത്. ഓഫ് റോഡ് ജീപ്പുകൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയും വിധത്തിലുള്ള റോഡായി ഇത് മാറി. റോഡിലെ കുഴിയുടെ ആഴം മനസ്സിലാക്കാതെ വരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നുമുണ്ട്. ഉപ്പുതറ പഞ്ചായത്തിലെ 1-ാം വാർഡിലൂടെയാണ് റോഡ് കടന്ന് ഏലപ്പാറ പഞ്ചായത്തിൽ പ്രവേശിക്കുന്നത്. ഏലപ്പാറ പഞ്ചായത്തിന്റെ കോട്ടമല 2-ാം ഡിവിഷൻ വരെ ആധുനിക നിലവാരത്തിൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ 1 കിലോമീറ്ററിന് മുമ്പുള്ള ഉപ്പുതറ പഞ്ചായത്തിന്റെ ഭാഗവും നിലവാരമുള്ള റോഡാണ്. വർഷങ്ങളായിട്ട് കാൽനടയായിട്ടും വാഹനത്തിലും ഒക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ ഒരു ഓട്ടോറിക്ഷ പോലും ഈ വാഗമൺ കോട്ടമല റോഡിലൂടെ കഴിഞ്ഞ 3-4 ദിവസത്തെ മഴയെ തുടർന്ന് വരാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് വളരെ ക്ലേശകരമായ സാഹചര്യത്തിൽ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നതും അതുപോലെ തന്നെ ഇതിലെ സഞ്ചാരികളും തങ്ങളുടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടും അതുപോലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ വീട്ടിലേക്ക് തിരികെ ചെല്ലാം എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. നമ്മുടെ ഇത്രയും വികസന പദ്ധതികൾ നമ്മൾ പദ്ധതി രേഖയിൽ ത്രിതല പഞ്ചായത്തും അതുപോലെ നിയമസഭാ MLA സാമാജികനും ഒക്കെ വളരെ കരുതലോടെ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖല ഉപ്പുതറയെ സംബന്ധിച്ചിടത്തോളം ഉപ്പുതറ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടാണ്. അവിടുത്തെ ജനങ്ങളെ നമ്മൾ കരുതേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ റോഡ് അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനം നടത്തുവാനുള്ള പദ്ധതി രേഖയിലുണ്ടാകും. ഏലപ്പാറ ഉപ്പുതറ പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശം അധികൃതർ അവഗണിച്ചതിന്റെ ഫലമായ റോഡിന് ഈ ദുരവസ്ഥ ഉണ്ടായത്. കഴിഞ്ഞ 5 വർഷമായി റോഡിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടാകുന്നത്. റോഡിൽ ഇപ്പോൾ വലിയ കുളങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ കഴിയില്ല. തുച്ഛമായ ഫണ്ട് അനുവദിച്ചാൽ റോഡിന്റെ കാൽഭാഗം പോലും യാത്രായോഗ്യമാക്കാൻ കഴിയില്ല. കുറഞ്ഞത് 50 ലക്ഷമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ കഴിയും. അതിനാൽ ജില്ലാ പഞ്ചായത്തോ MLA ഫണ്ട് അനുവദിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.